ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നലെ എല്ലാവർക്കും ഹാപ്പി ദിവാലി. ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല റീഡിങ്, കാരണം ഞാനും ഇവിടെ കുറച്ച് വീട് സെറ്റപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു. എന്തായാലും എല്ലാവർക്കും ദീപാവലിയുടെ ഒരുപാട് ഹൃദയം നിറഞ്ഞ എൻ്റെ ആശംസകൾ. എല്ലാവർക്കും ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് നിങ്ങൾക്കുള്ള എനർജി അപ്ഡേറ്റ്, നിങ്ങളുടെ ഗൈഡൻസ് എന്താ നോക്കാം. ഞാൻ കുറച്ച് സെറ്റപ്പൊക്കെ ഒന്നും ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ക്യാമറ പൊസിഷൻ ഒക്കെ എനിക്ക് ശരിയാക്കാനുണ്ട്. ബട്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ എനർജി അഡ്വൈസ്, നിങ്ങൾക്ക് ദീപാവലി സമയത്ത് നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് വരുന്നത് നോക്കാം നമുക്ക്. ഗൈഡൻസ് ആക്ച്വലി ഞാൻ ഷീറ്റ് ഇത് വെച്ചത് കുഴപ്പമില്ല അല്ലേ? ഓക്കെ ആവും. Again 5. Okay, some sorts. Again 5. Oh my god. മാറ്റങ്ങളുടെ ഒരു മെയിൻ കാര്യമാണ് എനിക്കിവിടെ കാണുന്നത്. മാറ്റങ്ങൾ 5 കപ്സ്, 5 ഓഫ് wands, 5 swords. 3 5 വന്നിട്ടുണ്ട്. സോ 555 നമ്മുടെ നമ്പർ ഓഫ് ചേഞ്ച് ആണ് പറയുന്നത് ഇവിടെ. ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, ചില കാര്യങ്ങൾ മാറാനുണ്ട് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നെടുക്കാം. ആ മാറ്റങ്ങൾ അത്ര എളുപ്പത്തിൽ വരില്ല. ഓക്കെ, എപ്പോഴും മാറ്റങ്ങൾ നമ്മളൊരു കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളും കൊണ്ടുവരും. അതിൻ്റെ ഒപ്പം ഓക്കെ, സ്ട്രഗിൾസ് കൊണ്ടുവരും ചില കാര്യം. കാരണം അവിടെ നമ്മൾ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ നമ്മളവിടെ ചില ആക്ഷൻസ് ഒന്ന് മാറ്റി ചെയ്യണം എന്ന് പറയും. അതായത് എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, നമ്മളൊരു കാര്യം ചെയ്യും, ആ കാര്യത്തിൻ്റെ റിസൾട്ട് എപ്പോഴും നമ്മൾ എത്ര ചെയ്താലും എത്ര ശ്രമിച്ചാലും ഒരേപോലെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ശരിക്കും നമ്മളവിടെ എന്തോ മാറ്റാനുണ്ട് എന്നാണ് അർത്ഥം. അതായത് ആ ഒരു കാര്യത്തിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന മെത്തേഡായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിരിക്കാം, എന്തെങ്കിലും നമ്മൾ ചേഞ്ച് കൊണ്ടുവരാനുണ്ടാവും. ഓക്കെ, ആ ചേഞ്ച് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് മാറുള്ളൂ എന്നാണ് പറയാം. ഓക്കെ, ഇഫ് യു വോണ്ട് എ ഡിഫറെൻറ്റ് റിസൾട്ട്, ടേക്ക് എ ഡിഫറെൻറ്റ് ആക്ഷൻ എന്നാണ് പറയുക. ടേക്ക് എ ഡിഫറെൻറ്റ് ചോയ്സ് എന്ന് പറയും. നിങ്ങൾ ഒരു ആക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവിടെ ഒരു മാറ്റം കൊണ്ടുവരണം. അപ്പോഴേ അവിടെ ശരിക്കും ആ സിറ്റുവേഷൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് വേറെ വരുള്ളൂ. ഓക്കെ, എപ്പോഴും ഒരേപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരേ റിസൾട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ സമയമായി എന്നാണ് എനിക്കിവിടെ കാണുന്നത്. സോ 555 3 സ്ട്രഗിൾസിൻ്റെ കാര്യമാണ് എനിക്ക് കാണിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരിക്കും ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ലേശം ബുദ്ധിമുട്ട്, സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നതായിട്ടുണ്ടാവാം. കാരണം അവിടെ ഒരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ലോസ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് രണ്ടും കാണുന്നുണ്ട്. എന്താ പറയുക, മറ്റുള്ളവർ നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുക. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കോൺഫ്ലിക്റ്റ് ആയി പോവുക, തർക്കങ്ങൾ വരിക, വാക്ക് തർക്കം വരിക, അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ഗോസിപ്പ് ഉണ്ടാവുക, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ചില ഫ്രണ്ട്ഷിപ്സ് നഷ്ടപ്പെടുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വളരെ ക്ലോസ് ആയിരുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക്, കാരണം നമ്മൾ ചില സമയത്ത് ഫൈറ്റ് ചെയ്ത് അവസാനം ചിലപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെടും അല്ലേ, അങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇവിടെ കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും ഒക്കെ കാണുന്നത് എനിക്ക് അങ്ങനെയാണ്. നിങ്ങൾക്ക് ചില ലോസ് വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ വരും എന്ന രീതിയിൽ കാണുന്നുണ്ട്. സോ അത് പക്ഷേ ഒരു ഡെവിൾ എനർജി ആൻഡ് ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഈ ചേഞ്ച് വന്നിരിക്കും എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ അത് നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ലൈഫിൽ അതൊരു നല്ലതിനല്ല. ഒരു എന്തൊരു കാര്യമായാലും ശരി, നിങ്ങൾ ഫ്രണ്ട്ഷിപ്സ് ആയാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി, ജോലി സ്ഥലത്തായാലും ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഈവൻ ജോലി ചെയ്യുന്ന ലൈക്ക് സ്ഥലം നിങ്ങൾക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫേസ് ചെയ്യുന്ന ഏത് സ്ഥലത്താണോ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എവിടെയോ നല്ലതല്ല എന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ടോക്സിക് എൻവയോൺമെൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരെ. ഓക്കെ, അതുപോലെ മറ്റുള്ളവരോട് നിങ്ങൾ ചിലപ്പോൾ നമ്മൾ എത്ര ഫൈറ്റ് ചെയ്തിട്ടും ചില സമയത്ത് കാര്യം ഉണ്ടാവില്ല. അവിടെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല. ഓക്കെ, കാരണം അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ സെൽഫ് വർത്ത് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ വാല്യൂ പഠിപ്പിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല എന്ന് പറയും. ഓക്കെ, മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ചില സമയത്ത് നമ്മൾ വിട്ടുകളയേണ്ടി വരും അത്. ഓക്കെ, അവിടെ തർക്കിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യം ഉണ്ടാവില്ല. നമ്മുടെ പോയിന്റ് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ വില അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ട് ചില കാര്യം ഉണ്ടാവില്ല.
എന്തൊക്കെ പറഞ്ഞാലും അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് പറയുന്നത് അവിടെ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് മാറുന്നുണ്ട്, ഇനി അവിടെ നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. ആക്ച്വലി നിങ്ങളോട് പറയുന്ന തർക്കിക്കാനേ നിൽക്കണ്ട, ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ അവിടുന്ന് മെല്ലെ ഒഴിഞ്ഞു മാറാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ചീറ്റിംഗ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ചീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അവോയ്ഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങളെ മാറ്റി നിർത്തൽ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവാനാണ് പറയുന്നത്. അതും ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ടല്ല. ഓക്കെ, ജസ്റ്റിസ് കാണുന്നുണ്ട് ഇവിടെ. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, തർക്കിച്ചിട്ട് നമുക്ക് ജയിക്കാൻ ശ്രമിക്കും നമ്മൾ, അല്ലേ? തർക്കിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേണം വെച്ചിട്ട് ഇന്നോ ഒരു കോൺഫ്ലിക്റ്റിന് വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം, നമ്മൾ ചെയ്ത കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വാല്യൂ മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിൽ കാര്യമില്ല എന്നാണ് പറയുന്നത്. യൂണിവേഴ്സായിട്ട് ന്യായം ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾക്ക് വിഷമമുണ്ട്, വേദനയുണ്ട്, എനിക്ക് കാണുന്നുണ്ട് 3 of Swords ഉണ്ട് ഇവിടെ. സോ പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്. പക്ഷെ ആ പെയിൻ എത്ര കാലം നിങ്ങൾ സഹിച്ചു നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് വിട്ട് കളഞ്ഞേക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ലോസ് നിങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടും, എന്തെങ്കിലും ഒന്നോർത്ത് നമ്മൾ വീണ്ടും വീണ്ടും അതിനെ അവസരം കൊടുക്കും, വീണ്ടും അവിടെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. ഓക്കെ, സോ ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് പറയുന്നത് ഒരു തരത്തിൽ. ഓക്കെ, കാരണം ഇത് നിങ്ങൾക്ക് ടോക്സിക് ആയ ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രോത്തിനെ തടയും അത്. ഓക്കെ, നിങ്ങൾക്ക് വരാനുള്ള അബണ്ടൻസ് അതിനെയാണ് തടസ്സപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വേറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട്, പക്ഷെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ചുറ്റും കോൺഫ്ലിക്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മേ ബി ഇപ്പോൾ ജോലിയിൽ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഓക്കെ, മറ്റുള്ളവർ നിങ്ങൾ കയറി പോകരുത് എന്ന് വിചാരിച്ച് ചിലവർ ഓരോന്ന് ചെയ്യുന്നുണ്ടാവും. ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കാം, റിലേഷൻഷിപ്സിലായിരിക്കാം. ഓക്കെ, അവിടെ ഒരുപാട് ഗോസിപ്പ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എല്ലാം, ഞാൻ ഓൾറെഡി വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു, അത് നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളോട് പറയുന്നത് ഓക്കെ, ഇത് എന്തെങ്കിലും നഷ്ടപ്പെടും എന്നോർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കഴിവുകൾ ബാക്കിയുണ്ട്, നിങ്ങളുടെ ഒരു വാല്യൂ ബാക്കിയുണ്ട്. നിങ്ങൾ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുക എന്നാണ് കാണുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് നിങ്ങൾ കാണാൻ തുടങ്ങുക. ഓക്കെ, ചിലത് നമുക്ക് നഷ്ടപ്പെടാനുള്ളതായിരിക്കും, കാരണം അത് നിങ്ങളെ ടോക്സിക് ആയിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് ആണ് തടസ്സപ്പെടുന്നത്, നിങ്ങളുടെ വളർച്ചയാണ് തടസ്സപ്പെടുന്നത്. ഓക്കെ, സോ നിങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങൾ ഐ തിങ്ക് നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് മാറിപ്പോകൂ എന്നാണ്. അതിൽ നിങ്ങൾ തർക്കിക്കാൻ നിൽക്കണ്ട, ആരോടും ഒന്നും പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കണ്ട. ജയിക്കാനെന്നല്ല, ഈവൻ ഒന്നും പറയാനേ ശ്രമിക്കണ്ട, ആരെയും മനസ്സിലാക്കിക്കാൻ ശ്രമിക്കേണ്ട, അതൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് വിഷമങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയുള്ളൂ. എനിവേ, സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടാവും എന്നും എനിക്ക് കാണുന്നുണ്ട്. സംബഡി വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു. അതിപ്പോൾ യൂണിവേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ വേറെ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവാം. നിങ്ങളോട് പുതിയ കാര്യങ്ങൾ തുടങ്ങി നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഹാർട്ട് ബ്രേക്ക് നിന്ന് പുറത്ത് വരാനുള്ള അതിലിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഹാർട്ട് ബ്രേക്ക് വരുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ വിഷമങ്ങൾ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇവിടെ ന്യായം യൂണിവേഴ്സ് ചെയ്തോളൂ. ഓക്കെ, ന്യായം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കൂ. നിങ്ങളുടെ സ്വന്തം കാര്യം, നിങ്ങൾക്ക് അബണ്ടൻസ് ഇവിടെ ഉണ്ട് ശരിക്കും, പക്ഷേ അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അത് ചുറ്റും നെഗറ്റീവ് കാർഡ്സ് ആണ്. ഒരു പോസിറ്റീവ് കാർഡാണുള്ളത്, ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഇവിടെ ഉള്ളത്. ഫൈനാൻഷ്യലി അല്ലെങ്കിൽ ജോലിയിൽ, കരിയറിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ബെറ്റർ ഒരു ലൈഫ് കിട്ടാൻ, നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ആവാൻ, അങ്ങനെ പല കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വരുന്നതിൽ നിങ്ങളെ ചുറ്റും തടഞ്ഞിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ന്യായം യൂണിവേഴ്സ് ചെയ്തോളും. ഓക്കെ, നിങ്ങൾ തർക്കിക്കാൻ, നിങ്ങളായിട്ടൊന്നും ആരോടൊന്നും പ്രൂവ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനിന്ന് സായിബാബയുടെ ഒരു ഡെക്ക് ഞാൻ വാങ്ങിച്ചിരുന്നു. ഇതുവരെ ഐ തിങ്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഇടയ്ക്ക് എടുക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ബാബ എന്താ പറയുന്നത് നോക്കാം. എൻ്റെ കയ്യിൽ കിട്ടിയത് ഇന്നതായിരുന്നു. ഓക്കെ, ശരി. ഇനിയും എൻ്റെ സെറ്റപ്പ് ഒന്നും ഫുൾ ആയിട്ടില്ല. സോ പക്ഷേ ഓക്കെ, നമുക്ക് നോക്കാം ബാബ നിങ്ങൾക്ക് എന്താണെന്ന് അഡ്വൈസ് തരുന്നത് നോക്കാം. ഈ സിറ്റുവേഷനെ കുറിച്ച് ബാബ എന്താ പറയുന്നത്? ഏസ് ഓഫ് പെന്റിക്കിൾസ്, അബണ്ടൻസ്. ബാബ ഡബിൾ കൺഫർമേഷൻ തന്നു കഴിഞ്ഞു. യെസ്, വെരി ഗുഡ്, താങ്ക് യു ബാബ. ദ മിറക്കിൾ, വെരി നൈസ്. വൺ മോർ കാർഡ്, ദ ഹെൽപ്പ്. വാവ്, ബ്യൂട്ടിഫുൾ. ഗ്രേസ് ഓഫ് ദ ഗുരു എന്നുണ്ട്. ബാബാസ് ഗ്രേസ് ഇസ് അപ്പോൺ യു, യൂസ് ഇറ്റ് വെൽ. ഓക്കെ, സി നിങ്ങളിപ്പോൾ ഇത് സായിബാബയിൽ വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ബാബയുടെ മിറക്കിൾസ് ഞാൻ കണ്ടിട്ടുള്ളതാണ്, എനിക്കറിയുന്നതാണ്. സോ അത് എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫാണ്. നിങ്ങളുടെ താല്പര്യം, നിങ്ങൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നു, നിങ്ങൾ ജസ്റ്റ് ഒരു യൂണിവേഴ്സൽ എന്ത് പവറിൽ വിശ്വസിക്കുന്നു, ആ പവറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബാബ പറയുന്നു എന്ന രീതിക്ക് എടുക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസം ആരിലാണോ അവർ ഈ കാർഡിൻ്റെ ത്രൂ നിങ്ങൾക്കൊരു മെസ്സേജ് എത്തിക്കുന്നു, അങ്ങനെയാണ്.
ഓക്കെ, സോ ഇവിടെ ഗ്രേസ് ഓഫ് ദ ഗുരു എന്ന് പറയുന്നത് ബാബ ആക്ച്വലി നിങ്ങളെ നിങ്ങൾക്ക് ബാബയുടെ ബ്ലെസ്സിങ് ഉണ്ട്. ബാബയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ദൈവത്തിനാണോ നിങ്ങൾ വിളിക്കുന്നത്, അല്ലെ ആരെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അവരുടെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് യൂസ് ഇറ്റ് വെൽ എന്ന് പറയുന്നുണ്ട്. നല്ലോണം ബ്ലെസ്സിങ്സ് ഉണ്ട്, വെയിറ്റ് ചെയ്യും. അത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കൂ എന്ന് പറയുക. ഉപയോഗിക്കാന്ന് മീൻസ് അതിനെ സ്വീകരിക്കാൻ തയ്യാറാവൂ, വിശ്വസിക്കൂ. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ അതേ കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ലൈക്ക് ഇതൊക്കെയാണ് മിറക്കിൾ എന്ന് പറയുന്നത് ശരിക്കും. ഞാൻ പറഞ്ഞ കാർഡ്സ് ആണ്. സോറി, 3 ഓഫ് പെന്റിക്കൽസ്. ഞാൻ പറഞ്ഞു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ ഹെൽപ്പർ വന്നിട്ടുണ്ട്. ബാബ വിൽ ഹെൽപ്പ് യു ഇൻ യുവർ കരിയർ. ഓക്കെ, നിങ്ങൾ കരിയറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സായിബാബ വിൽ ബി ദെയർ. ഓക്കെ, സായിബാബ എന്നല്ല, യൂണിവേഴ്സൽ ഒരു പവർ, നിങ്ങൾ ആർക്കാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സപ്പോർട്ടായിട്ട് യൂണിവേഴ്സ് എപ്പോഴും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ദൈവമായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം, ഫേസ് ചെയ്യുന്നുണ്ടാവാം. അതിൽ നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് ആരെങ്കിലും വരും എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമൊക്കെയാണ്. സോ മേ ബി നിങ്ങൾ ഏതെങ്കിലും പാർട്ട്ണറൊക്കെ ആയിട്ട് വല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ ജോലിയിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, പ്രോജക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ്. മേ ബി കൗൺസിലിംഗ് ഒക്കെ എടുക്കുക, ചിലപ്പോൾ അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പർ എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾ ആരോടെങ്കിലും കൗൺസിൽ എടുക്കുക, നിങ്ങൾ ആരോടെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. വല്ലവരും പഠിപ്പിക്കാൻ നിങ്ങളെ അങ്ങനെ ആരെങ്കിലും ഗുരുവായിട്ട് വരാം. സോ ഗുരുവിൻ്റെ ഒരു കാർഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അബണ്ടൻസ് നേരത്തെ പറഞ്ഞ പോലെ ഏസ് ഓഫ് പെന്റക്കിൾസ്. യു ഷാൽ ബി ബ്ലെസ്ഡ് വിത്ത് അബണ്ടൻസ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രോമിസ് തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. യു വിൽ ഗെറ്റ് അബണ്ടൻസ്. ഓക്കെ, ബട്ട് അതിന് ഞാൻ പറഞ്ഞു തടസ്സങ്ങൾ ചുറ്റുമുണ്ട്. ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് മാറാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് വേണ്ടത്. ആൻഡ് ഇവിടെ മിറക്കിൾ ഉണ്ട്. മിറക്കിൾസ് ഹാപ്പൻ. ലുക്ക് ഔട്ട് ഫോർ ദ മിറക്കിൾ ഇൻ യുവർ ലൈഫ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് മിറക്കിൾസ് കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട്. സോ നിങ്ങളും അതുപോലെയൊക്കെ നന്നായിട്ട് നമ്മൾ യൂണിവേഴ്സിലെ വിശ്വാസം, ട്രസ്റ്റ്, സറണ്ടർ എല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളായാലും ശരി, നിങ്ങൾക്ക് ഒരുപാട് മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ തുടങ്ങും. യൂണിവേഴ്സ് പറയുന്നത്, ദൈവം പറയുന്നത് ആ മിറക്കിൾസ് കാണാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, മിറക്കിൾസ് ഉണ്ട്, വിശ്വസിക്കൂ. ട്രസ്റ്റ് ഇൻ യൂണിവേഴ്സ്, ട്രസ്റ്റ് ഇൻ ഗോഡ്, ട്രസ്റ്റ് ഇൻ മിറക്കിൾസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത പോലും നിങ്ങൾക്ക് സംഭവിച്ച് കാണും. പക്ഷെ അത്രത്തോളം നിങ്ങൾ ആ വിശ്വാസം യൂണിവേഴ്സിലേക്ക് അർപ്പിക്കണം. ഓക്കെ, സോ ഇവിടെ 3 കാർഡും ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ 2 കാർഡ് നമുക്ക് റിപ്പീറ്റായിട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. യൂണിവേഴ്സ് ഇതിവിടെ ഞാൻ പറഞ്ഞ പോലെ കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം, ഫൈനാൻസിൻ്റെ കാര്യത്തിലായിരിക്കാം, ഈവൻ റിലേഷൻഷിപ്സ്, ഹെൽത്ത്, അങ്ങനത്തെ എന്ത് കാര്യങ്ങളും ആവാം. ഈവൻ കമ്മിറ്റ്മെൻറ്റ് കാര്യം, ആരെങ്കിലും പേഴ്സണുമായിട്ട് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ നിങ്ങളെ തടയുന്ന കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മാറിയാൽ യൂണിവേഴ്സായിട്ട് ആക്ച്വലി എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു ഇത് പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ വിട്ടുകളയുക, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, നിങ്ങൾ അവിടെ ആരോടും ഞാൻ പറഞ്ഞ് പ്രൂവ് ചെയ്യാനോ ഫൈറ്റ് ചെയ്യാനോ നിങ്ങൾ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ അവിടെ നിന്ന് മാറുക, സൈലൻ്റ് ആയിട്ട് നിങ്ങൾ മാറുക. ആക്ച്വലി ആ ഒരു 7 ഓഫ് സോർഡ്സിൻ്റെ കാർഡ് പറഞ്ഞത് ശരിക്കും നിങ്ങൾ സൈലൻ്റ് ആയിട്ട് അവിടെ നിന്ന് മുങ്ങുക എന്നാണ്. ശരിക്കും മുങ്ങുക, അതാണ് വാക്ക്. നിങ്ങൾ അവിടെ നിന്ന് മുങ്ങി മാറുക. ബിക്കോസ് നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മാറുക ചില കാര്യങ്ങൾ. അങ്ങനെ ചെയ്ത് കളയുമ്പോൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഇനി എനിക്കിതിനെ വയ്യ ഫൈറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് യൂണിവേഴ്സിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഓക്കെ, അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ അവിടെ ഗോഡ് വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് ഓവർ, യൂണിവേഴ്സ് വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് ഓവർ. ഓക്കെ, അപ്പോഴേ അവിടെ ഒരു ന്യായം, ആ ജസ്റ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞു, യൂണിവേഴ്സായിട്ട് ന്യായങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മിറക്കിൾസും കാണും. ഓക്കെ, ഞാൻ ബാബയുടെ കാണിച്ച് എനിക്ക് എന്തായാലും വളരെ സന്തോഷം. ബാബ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് പ്രൂഫ് എനിക്ക് കാണിച്ചു തന്നു. സോ വെരി ഹാപ്പി. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ആൻഡ് ഹാപ്പി ദിവാലി ഒരിക്കൽ കൂടി. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.